നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് പൈത്തോണിലെ ഈഫ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ അഥവാ കണ്ടീഷൻ ശരിയാണെങ്കിൽ നമ്മളൊരു റിസൾട്ട് കൊടുക്കുന്നു. സോ നമുക്ക് ഉദാഹരണമായി ഞാനിവിടെ എ എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് 5 എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നു. ശേഷം താഴെ ഞാൻ ഈഫ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുന്നു. ശേഷം എ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സോ നമ്മളിവിടെ കമ്പാരിസൺ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ മുമ്പ് പഠിച്ച കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മളൊരു കോളൻ കൊടുക്കേണ്ടതുണ്ട്. ഇതുപോലെ ഒരു കോളൻ കൊടുക്കുന്നു. ശേഷം നമ്മൾ താഴെ വന്നതിന് ശേഷം നമ്മൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണ്ടീഷൻ എഴുതിയ ശേഷം നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് കോഡ് എഴുതുന്ന സമയത്ത് നമ്മളൊരു ടാബ് ഡിസ്റ്റൻസ് അഥവാ ഒരു ഇൻഡൻറ്റേഷൻ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ ഇവിടെ ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എഴുതാൻ പാടില്ല. നമ്മളൊരു ടാബ് ഡിസ്റ്റൻസ് കൊടുത്ത ശേഷം മാത്രമേ നമ്മൾ കോഡ് എഴുതാൻ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിലെ കോഡ് എഴുതാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് പ്രവർത്തിക്കുകയില്ല. സോ നമുക്ക് ഇതിനുള്ളിൽ ഈഫ് എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് കൊടുക്കേണ്ട റിസൾട്ട് എന്നത് ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ എന്നാണ്. സോ ഞാനിവിടെ പ്രിൻറ്റ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ. സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് കിട്ടുന്നു. സോ നമ്മളിവിടെ ഈഫ് എന്ന് പറയുന്ന കീവേഡ് കൊടുത്തതിന് ശേഷം എ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ചെക്ക് ചെയ്തു. ആണെങ്കിൽ നമ്മൾ അതിനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കൊടുത്തു, ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ. സോ നമ്മൾ ഇത് ഇങ്ങോട്ട് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് എഴുതുകയാണെങ്കിൽ സോ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ എറർ വരുന്നതാണ്. സോ എക്സ്പെക്റ്റഡ് ആൻഡ് ഇൻറ്റൻറ്റഡ് ബ്ലോക്ക് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. സോ ഈ ഒരു ഇൻറ്റൻറ്റേഷൻ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ C++ലൊക്കെ ആണെങ്കിൽ നമ്മളൊരു കർലി ബ്രാക്കറ്റ് ആയിരുന്നു ഓപ്പൺ ചെയ്യുന്നത്. സോ ആ ഒരു സിസ്റ്റം നമ്മുടെ പൈത്തോണിലില്ല. പൈത്തോണിൽ നമുക്കുള്ളത് ഒരു ഇൻറ്റൻറ്റേഷൻ ഡിസ്റ്റൻസ് ആണ്. സോ നമുക്കത് പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ കീബോർഡിൽ ഒരു ടാബ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കറക്റ്റ് ഒരു ഡിസ്റ്റൻസ് ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിലാണ് നമ്മുടെ ഒരു സിമ്പിൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് പ്രവർത്തിക്കുന്നത്. സപ്പോസ് ഇനി ഞാനിവിടെ -9 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിസൾട്ടും ലഭിക്കുന്നില്ല. കാരണം നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ 0ത്തേക്കാൾ കുറവാണെങ്കിൽ എന്ത് കൊടുക്കണമെന്നുള്ളൊരു കോഡ് നമ്മൾ എഴുതിയിട്ടില്ല. സോ അങ്ങനെ ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ് എലീഫ് എന്ന് പറയുന്നത്. സോ എലീഫ് എന്ന് എഴുതിയ ശേഷം നമ്മൾ വീണ്ടും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, എ ലെസ് ദാൻ 0 എന്ന് ചെക്ക് ചെയ്യുന്നു. ശേഷം നമ്മൾ കോളൻ കൊടുക്കുക. നമ്മൾ കോളൻ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ID ഓട്ടോമാറ്റിക്കായിട്ട് അത് നമ്മൾ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്നതാണ്. സോ നമ്മൾ എൻ്റർ ചെയ്ത ശേഷം പ്രിൻറ്റ് ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. സോ നിങ്ങൾക്കിവിടെ കാണാം ഈഫ് ബ്ലോക്ക് എല്ലാം ഒരേ ലൈനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ അതിനുള്ളിലുള്ള സ്റ്റേറ്റ്മെൻ്റ് എല്ലാം ഒരേ ഡിസ്റ്റൻസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ ലെഫ്റ്റ് മാർജിനിൽ നിന്നും ഒരേ ഡിസ്റ്റൻസിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. -9 നമ്മളിവിടെ കൊടുത്തു. നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്ന റിസൾട്ട് വന്നു. സോ ഇതുപോലെ എലീഫ് ഉപയോഗിച്ച് നമുക്ക് എത്ര കണ്ടീഷൻ വേണമെങ്കിലും താഴോട്ട് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ വിവിധ തരത്തിലുള്ള എക്സാമ്പിൾസ് ചെയ്ത് നോക്കുക. സോ നമുക്ക് ഇനി ഇവിടെ 0 എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബ്ലാങ്ക് റിസൾട്ടാണ് ഇവിടെ ലഭിക്കുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ് നമുക്ക് എത്ര എലീഫ് സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിലും താഴോട്ട് കൊടുക്കാം. സോ നമ്മളിപ്പോൾ ഇവിടെ 2 കണ്ടീഷൻ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. ഇനി മൂന്നാമത് നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് മൂന്നാമത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇപ്പോൾ 3 കണ്ടീഷനാണുള്ളതെങ്കിൽ 2 കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ രണ്ടും ശരിയല്ലെങ്കിൽ അവസാനമായി നമുക്ക് പ്രിൻ്റ് വേണ്ടത് ഏത് കണ്ടീഷനാണോ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കീവേഡാണ് എൽസ് എന്ന് പറയുന്നത്. സോ എൽസ് എന്ന് എഴുതിയതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന കോഡ് എന്ന് പറയുന്നത് മുകളിലെ ഒരു കണ്ടീഷനും ശരിയല്ലെങ്കിലുള്ള ഒരു റിസൾട്ടായിരിക്കും നമുക്ക് ലഭിക്കുക. സോ നമ്മൾ മുകളിലെ 2 കണ്ടീഷൻ എന്ന് പറയുന്നത് എ ഗ്രേറ്റർ ദാൻ 0, എ ലെസ് ദാൻ 0. ഇത് രണ്ടും അല്ലെങ്കിൽ ഓഫ് കോഴ്സ് നമ്മുടെ നമ്പർ 0 ആയിരിക്കും. സോ നമ്മൾ എൽസ് എന്ന കീവേഡ് എഴുതിയതിന് ശേഷം നമുക്ക് പ്രിൻറ്റ് ഇറ്റ് ഈസ് എ 0 എന്ന് എഴുതുന്നു. സോ ഇപ്പോൾ നമ്മളിവിടെ ഈഫ് ഉപയോഗിച്ച് 3 കണ്ടീഷനാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യുന്നത്. 2 കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തു. മൂന്നാമത് എൽസ് ഉപയോഗിച്ച് ഇത് രണ്ടും അല്ലെങ്കിൽ ഉള്ള ഒരു റിസൾട്ട് കൊടുത്തു. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ 0 ആയിരുന്നു കൊടുത്തിരുന്നത്. നമുക്ക് 0 എന്ന് പറയുന്ന റിസൾട്ട് കിട്ടി. സോ ഞാനിവിടെ 6 കൊടുത്ത് നോക്കാം. 6 കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ പോസിറ്റീവ് നമ്പർ എന്ന് പറയുന്ന റിസൾട്ട് കിട്ടി. ഇനി ഞാനിവിടെ -8 കൊടുത്ത ശേഷം റൺ ചെയ്യുന്നു. അപ്പോൾ നമുക്കിവിടെ ഇറ്റ് ഈസ് എ നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്ന റിസൾട്ട് കിട്ടി. ഇനി നമ്മൾ പഠിക്കുന്നത് നെസ്റ്റഡ് ഈഫ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. അത് സെയിം ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. എന്നാൽ നമ്മൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ മറ്റൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നു. സോ ഉദാഹരണമായി ഈ സെയിം പ്രോഗ്രാം നമുക്ക് ഒരു നെസ്റ്റഡ് ഈഫ് ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. സോ നമ്മൾ ആദ്യം ഈഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് ചെക്ക് ചെയ്യുന്നു. സോ ഇവിടെ നമ്മൾ ആദ്യത്തെ കണ്ടീഷനിൽ തന്നെ 2 കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കൊടുത്ത വാല്യൂ 0 ആണോ അതോ 0യേക്കാൾ കൂടുതലാണോ എന്ന് ചെക്ക് ചെയ്യുന്നു.
സോ മുകളിലെ കണ്ടീഷൻ ശരിയാണെങ്കിൽ നമ്മൾ ഈ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ മറ്റൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് കൂടി കൊടുക്കുന്നു. ഈഫ് എ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ നമ്മൾ പ്രിൻറ്റ് ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. അല്ലെങ്കിൽ എൽസ് പ്രിൻറ്റ് ഇറ്റ് ഈസ് എ 0 എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. സോ ഇപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ഒരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. അതിനുള്ളിൽ മറ്റൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ഈഫ് എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ ദിസ് ഈസ് പോസിറ്റീവ് നമ്പർ എന്ന് കൊടുക്കുന്നു. സോ അതിനുള്ളിലെ ഈഫിൻ്റെ എൽസിൽ നമ്മൾ അല്ലെങ്കിൽ ഇത് 0 ആണെന്ന് കൊടുക്കുന്നു. കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇവിടെ 2 കണ്ടീഷൻ ചെക്ക് ചെയ്തു. അതിനെ നമ്മൾ അടുത്ത് വരുന്ന ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൽ സ്പ്ലിറ്റ് ചെയ്തു. എ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് കൊടുത്തു. എ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് നമ്പർ എന്ന് കൊടുത്തു. അല്ലെങ്കിൽ ഓഫ് കോഴ്സ് അത് 0 ആയിരിക്കും. കാരണം നമ്മളിവിടെ ചെക്ക് ചെയ്തത് 2 കണ്ടീഷനാണ്, എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇപ്പോൾ നമ്മുടെ ഈ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മൾ ആദ്യത്തെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റ് എൽസ് നമ്മൾ ജസ്റ്റ് ഇവിടെ പ്രിൻറ്റ് ദിസ് ഈസ് എ നെഗറ്റീവ് നമ്പർ എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. സോ നമ്മൾ ആദ്യം ഈഫ് എ ഗ്രേറ്റർ ദാൻ 0 ആണെന്ന് ചെക്ക് ചെയ്യുന്നു. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് അതിനുള്ളിൽ മറ്റൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൽ കൊടുത്ത് അതിൻ്റെ റിസൾട്ട് എല്ലാം പ്രിൻറ്റ് ചെയ്യുന്നു. സോ നമ്മൾ കൊടുത്ത സംഖ്യ 0യോ 0യേക്കാൾ കൂടുതലോ അല്ലെങ്കിൽ ഓഫ് കോഴ്സ് അതൊരു നെഗറ്റീവ് നമ്പർ ആയിരിക്കും. സോ അത് നമ്മളിവിടെ എൽസ് കീവേഡ് ഉപയോഗിച്ച് ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നു. സോ നമുക്ക് ഇനി ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ദിസ് ഈസ് എ നെഗറ്റീവ് നമ്പർ എന്ന് കിട്ടുന്നു. നമ്മൾ കൊടുത്തത് -8 ആയിരുന്നു. സോ നമ്മളിവിടെ 9 കൊടുത്തിട്ട് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പോസിറ്റീവ് നമ്പർ എന്ന് കിട്ടുന്നു. സോ നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ 0 എന്ന് കിട്ടുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ഈ നെസ്റ്റഡ് ഈഫ് ഉപയോഗിക്കാം. ഈഫിനുള്ളിൽ മറ്റൊരു ഈഫ് സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത് നമുക്ക് ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്ററും ഉപയോഗിക്കാം. അതിനുള്ള ഒരു ഉദാഹരണം ഞാനിവിടെ കാണിച്ചു തരാം. ഉദാഹരണമായി നമ്മൾ ഈഫ് എ ഗ്രേറ്റർ ദാൻ 5 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അതുപോലെ മറ്റൊരു കണ്ടീഷനും കൂടി ആൻഡ് കീവേഡ് ഉപയോഗിച്ച് എ ലെസ് ദാൻ 20 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സോ ഇഫ് എ ഗ്രേറ്റർ ദാൻ 5 എ ലെസ് ദാൻ 20 ആണെങ്കിൽ നമ്മളൊരു റിസൾട്ട് പ്രിൻറ്റ് ചെയ്യുന്നു. ജസ്റ്റ് നമ്മൾ ഹലോ എന്ന് പ്രിൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നമ്മളിവിടെ എ എന്ന് പറയുന്നത് 10 എന്ന് കൊടുക്കുന്നു. സോ ഇവിടെ 2 കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. എ ഗ്രേറ്റർ ദാൻ 5 ആണോ ആണ്, എ ലെസ് ദാൻ 20 ആണോ 20 ആണ്. സോ 10 എന്ന് പറയുന്നത് 5നേക്കാൾ കൂടുതലുമാണ്, 20നേക്കാൾ കുറവുമാണ്. സോ നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹലോ എന്ന് പറയുന്ന റിസൾട്ട് ലഭിക്കുന്നു. സോ ഞാനിവിടെ ഇനി 25 കൊടുത്തു കഴിഞ്ഞാൽ സോ നിങ്ങൾക്കറിയാം എ എന്ന് പറയുന്നത് 5നേക്കാൾ കൂടുതലാണ്. ആദ്യത്തെ കണ്ടീഷൻ ശരിയാണ്. എന്നാൽ രണ്ടാമത്തെ കണ്ടീഷൻ എ ലെസ് ദാൻ 20 എന്ന് പറയുന്ന കണ്ടീഷൻ ഇവിടെ ഫാൾസ് ആണ്. സോ അപ്പോൾ നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഹലോ എന്ന് പറയുന്ന റിസൾട്ട് ഇവിടെ ലഭിക്കുന്നില്ല. ഇത്തരത്തിൽ നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ച് നമ്മുടെ ഈഫ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്.